ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൃഷ്ടാവിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ടീം വിമൻ എംപവർമെന്റ് വിത്ത് EFTയുടെ ബഹുമാനപ്പെട്ട ബിനീഷ മാം, ഷിഹാബ് സർ ആൻഡ് ഷെരീഫ മാം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. എന്താണ് സെൽഫ് ലവ്? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയോ ആർക്കെങ്കിലും? എല്ലാരും ഒന്ന് വീഡിയോയിൽ വന്നാൽ നല്ലതായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹം, അല്ലെ, ഇഷ്ടം, നമ്മളോടുള്ള ബഹുമാനം, അതേപോലെ നമ്മളോടുള്ള കരുണ, ഇതൊക്കെയാണ് ശരിക്കും സെൽഫ് ലവില് വരുന്നത്. എന്റെ സന്തോഷം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ശരിക്കും എന്റെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. അതിനാണ് ശരിക്കും നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത്. മനുഷ്യന്മാര് പല ടൈപ്പാണ്. ചില ആളുകൾക്ക് സെൽഫ് ലവ് വളരെ കൂടുതലായിരിക്കും. അതേപോലെ ചില ആളുകൾ തീരെ സെൽഫ് ലവ് ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. ശരിക്കും ഈ ഒരു സെൽഫ് ലവ് ഉള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല് അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഏത് സമയത്തും അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേപോലെ അവരുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള വെൽബീയിങ് ലെവല് വളരെ ഹൈ ആയിരിക്കും മറ്റുള്ളവരുടെ അപേക്ഷിച്ചിട്ട്. പിന്നെ അതേപോലെ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ ഹൈ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇവര് നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും. അതോടൊപ്പം മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇവര് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല ഉഷാറായിട്ട് ആ ഒരു ടീമില് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. ചുരുക്കി പറഞ്ഞാല് നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള അതോടൊപ്പം സക്സസ് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അല്ലാത്ത ആളുകളെയും നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റും. ശരിക്കും ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളെ വീട്ടിലൊക്കെ കണ്ണാടി ഉണ്ടാവില്ലേ? ആ ഒരു മിററിന്റെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് ലവിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മീറ്റിംഗ് സജന മാം, ഒരു മിനിറ്റ്, മൈക്ക് മ്യൂട്ട് ആയിട്ട്. അതല്ല, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ നമ്മുടെ സെൽഫ് ലവ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒന്ന്, നമ്മുടെ സെൽഫ് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാന്നുള്ളതാണ്. എനിക്ക് എന്തൊക്കെ കുറവുകളാണ് ഉള്ളത്, എന്തൊക്കെ കഴിവുകളാണ് എനിക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പാടാനൊക്കെ കഴിവുള്ള ആളുകളായിരിക്കും. അപ്പം ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. അതല്ല നമ്മൾ ഒരു വരയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ആക്കിക്കൊണ്ടേയിരിക്കുക. ശരിക്കും നമ്മൾ അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നിങ്ങളുടെ കുറവുകളെ പറ്റി ആരും ചിന്തിക്കാനേ പോകുന്നില്ല. ഉദാഹരണത്തിന് നമ്മളുടെ മമ്മൂട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ആളെനിക്ക് തോന്നുന്നു 70 above ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആള് ശരിക്കും എന്തിലേക്കായിരിക്കും, എന്ത് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും ആള് നോക്കുന്നുണ്ടാവുക. അപ്പൊ ആള് എൻ്റെ ഒരു അഭിപ്രായത്തില് എന്തായാലും ഈ ഒരു ഏജിൽ ആള് ഡാൻസ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല അല്ലെ. ആള് ഫോക്കസ് ചെയ്യുക ആളുടെ ഫിസിക്കലി എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം, എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ആള് ചിന്തിക്കുക. അതേപോലെ ആളുടെ ആക്ടിങ് സ്കില്ല് എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ആള് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളുടെ പോസിറ്റീവ് സ്ട്രെങ്ത്തിനെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിററിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും മിററിലേക്ക് നോക്കിയിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണാടിയിൽ നോക്കുക, എന്നിട്ട് നന്നായിട്ട് ചിരിക്കുക, നല്ല സന്തോഷത്തോടു കൂടെ ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആള് ആരാണ്, നമ്മുടെ ലൈഫില് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ തന്നെയാണ് കാണുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ, സാധാരണ ആളുകൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, എൻ്റെ മുടി ഇവിടെ നരച്ചല്ലോ, എൻ്റെ കണ്ണിന്റെ ഇവിടെ കുറച്ച് പാട് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ സ്കിന്നൊക്കെ ചുളിഞ്ഞിട്ടുണ്ടല്ലോ, ആ രീതിയിലാണ് എല്ലാവരും കണ്ണാടിയിൽ നോക്കിയ സാധാരണ ആളുകളെ പറ്റിയാണ് പറയുന്നത്. അവരതിനെയാണ് ഫോക്കസ് ചെയ്യുക. പക്ഷെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇന്നിപ്പം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നാളെ വീണ്ടും വേറൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാം. അങ്ങനെ ഡെയിലി പുതിയ 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 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ചില സമയത്ത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് വരും അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ, സോറി ട്ടോ, എനിക്ക് ആ രീതിയിലുള്ള ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നിൽ നിന്ന് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ആക്കിയിട്ടെടുക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആക്കിയിട്ടെടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് സെൽഫ് ടോക്കാണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മള് പിന്നെ കണ്ണാടിയിൽ നമ്മളോട് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് പറയാ, നമുക്ക് ഇന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ നമുക്ക് തന്നെ സെൽഫായിട്ട് മോട്ടിവേഷൻ കൊടുക്കാം. പിന്നെ വരുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. ശരിക്കും എല്ലാ ആളുകളും ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ടാണ് ജീവിക്കുക. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. ശരിക്കും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്തതാണെങ്കിലും
നമ്മൾ വേറൊരാളുടെ അപ്രീസിയേഷന് കാത്തു നിൽക്കാതെ ഈ കുഴപ്പമില്ല കേട്ടോ, ഈ ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് പറയുന്ന ആളുകളാണ് അല്ലെ. സ്റ്റോപ്പ് കംപ്ലൈനിങ്, കമ്പയറിങ് ആൻഡ് ക്രിട്ടിസൈസിങ്. നമ്മള് മറ്റൊരാളെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്ക് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്ന് കംപ്ലൈന്റ് പറയാതെ എപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് ജീവിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ് ആണ്. നമുക്ക് ലൈഫിൽ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നമ്മൾ ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കണം. ടേക്ക് എ ബ്രേക്ക്. അതെന്തിനാന്ന് വെച്ചാല് നമ്മളെല്ലാവരുടെയും ലൈഫ് ഭയങ്കര തിരക്ക് പിടിച്ചതാണ് അല്ലെ, ഇപ്പൊ പ്രത്യേകിച്ചും. ഈ ഒരു ലൈഫിൽ നിന്ന് നമ്മളെപ്പോഴും ഇടയ്ക്കെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ സമയം കണ്ടെത്തുക. ഉദാഹരണത്തിന് യാത്ര പോവുകയാണെങ്കിൽ അങ്ങനെ, അതല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു രീതിയിൽ, അതല്ല ചില ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ എന്നാണ് പറയാ. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതോടൊപ്പം നന്നായിട്ട് ഉറങ്ങുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനൊന്നും സമയമില്ല. ശരിക്കും വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, ഞാനൊക്കെ അനുഭവിച്ചതാണ്. പിന്നെ ഫുള്ള് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. അപ്പൊ പിന്നെ ഇതിനൊന്നിനും സമയം ഉണ്ടാവില്ല. അപ്പൊ ഹെൽത്ത് നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. യോഗ ആവാം, അതെല്ലാം മെഡിറ്റേഷൻ ചെയ്യാം, അതെല്ലാം നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എക്സസൈസിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നതിൽ കൂടുതൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സമയം മാറ്റി വെച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. ഞാനിപ്പോ 5 മണി മുതൽ 5:20 വരെ ഞാൻ ഇന്ന് മുതൽ എക്സസൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം അതിന് വേണ്ടി മാറ്റി വെക്കും. എന്നിട്ട് അവിടെ കിടന്നുറങ്ങിയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നാളെ പറ്റി ഓർത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെടും. പക്ഷേ നാളെ ഇപ്പൊ ഞാൻ എന്താക്കും, നാളെ ഉണ്ടാവൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പില്ല. ഇന്നലെ എന്ന് പറയുന്ന സാധനം അത് കഴിഞ്ഞു പോയതാണ്. അതിനെ ഓർത്തിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു നിമിഷത്തില് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലെ. ആ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉഷാറാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സെൽഫ് ലവ് ഇംപ്രൂവ് ആയാൽ എന്തൊക്കെ ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങളോട് അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള റിലേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മൾ ആ ഒരു റിലേഷൻ ബെറ്റർ ആക്കുമ്പോൾ ഈ ഒരു ലോകത്തോടുള്ള റിലേഷന് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. സെൽഫ് ലവ് കൂടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരോടുള്ള റിലേഷനിൽ, നമ്മളുടെ കുടുംബക്കാരോടുള്ള റിലേഷനിൽ ഒക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. സോ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്.
അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്കും ലോകത്തിനും അനുഗ്രഹമുള്ളതായിട്ട് തീരും. അപ്പോ എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ സന്തോഷത്തിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. സ്വയം അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈ ലോകം തന്നെ നമ്മളുടെ മുന്നിൽ മാറി മറിയും. ഓക്കെ, ഇതുവരെ എന്നെ കേട്ടു നിന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടുന്ന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.